ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും സ്ത്രീകളെ ഇവന്മാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ, പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെയും ബിഗ് ബോസിൽ കയറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല. ബൈപ്പോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത് ഹലോ, വെൽക്കം ടു താടിയും പൊട്ടും ടോക്സ്. ഗൈസ്, നമ്മുടെ ചാനൽ അറിയില്ല ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലെ വിന്നറായ നമ്മുടെ അഖിൽ മാരാറ് നമ്മുടെ ബിഗ് ബോസിനകത്ത് നടക്കുന്ന താരങ്ങളുടെ നെറികേടുകളും കാട്ടിക്കൂട്ടലുകളും അതും ഇതൊക്കെ ഒരുപാട് ചാനൽസുകാർ പറഞ്ഞിട്ടും നമുക്ക് ഓരോരുത്തരെയും അറിയാം. പക്ഷെ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരുടെ ഇടയിലുള്ള നെറികേടുകളും കാട്ടിക്കൂട്ടലുകളും അവർ കാണിക്കുന്ന തോന്നിയാസങ്ങളെ പറ്റി വലിച്ചു കീറി ഒട്ടിച്ച് വിളിച്ച് പബ്ലിക്കായിട്ട് പറഞ്ഞ് നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് പേഴ്സണായ നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞ സീസണിലെ താരം അഖിൽ മാരാർ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകേടുകൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ അർത്ഥം അത് വെച്ചിട്ട് കഴിഞ്ഞ മുമ്പെങ്ങാണ്ട് റോബിൻ ഇറങ്ങിയിട്ട് ആൾക്കാരുടെ അടുത്ത് എന്തോ പറഞ്ഞെന്നോ, അപ്പം നന്ദികേട് കാണിക്കരുതെന്ന് പറഞ്ഞിട്ടോ. എനിക്കെതിരെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഞാനിത് പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല. എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നോ ബിഗ് ബോസിന്റെ അധികൃത ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ കൂളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ സിനിമകൾ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് ഏഷ്യാനെറ്റുമായിട്ടും ഈ പറയുന്ന വ്യക്തികളുമായിട്ട് ഉണ്ടാവുന്ന എല്ലാ ബന്ധങ്ങളും എനിക്ക് എൻ്റെ ഭാവി ജീവിതത്തിൽ എനിക്ക് ഗുണകരമായി മാറത്തേ ഉള്ളൂ. എനിക്കിതെല്ലാം കണ്ട് മിണ്ടാതെ പഞ്ചമുച്ചം മുടക്കി പിടിച്ച് നിശബ്ദനായിട്ടിരിക്കാം. എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അതുപോലൊന്നുമല്ല റോബിന്റെ മുൻകാലത്ത് സംഭവിച്ചത്. റോബിനുമായിട്ടുണ്ടായിട്ടുള്ള ഒരു വിഷയത്തിൽ റോബിന് വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള ദേഷ്യത്തിൽ റോബിൻ ആ ഷോയ്ക്കെതിരെ പറഞ്ഞത് കണക്കോ ഒന്നുമല്ല ഞാനിവിടെ പറഞ്ഞത്. എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് മാത്രമല്ല, എല്ലാവരുമായും സൗഹൃദത്തിലാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റിന്റെ 50-ാം ദിവസത്തിനെ തുടർന്ന് ഒരു ആശംസ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞാനൊരു മറുപടി പറഞ്ഞു. വെറും നാറി പൊഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. എന്നാലും ആ ഷോയോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് എന്നെ ജനങ്ങളെ അറിയിച്ചു കൊടുത്തത് ബിഗ് ബോസ് എന്ന ഷോ ആയതുകൊണ്ട് ഞാനൊരു ആശംസ വീഡിയോ എടുത്ത് അയച്ചു തരാം എന്ന് പറഞ്ഞു തന്നെ ആശംസാ വീഡിയോ തയ്ച്ചു കൊടുത്തത് ഞാനാണ്. പക്ഷേ ഞാനിത് പറയാൻ കാരണം, ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാറികൾ നടത്തിയ നെറികേടിനെതിരെ പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കും. ഞാൻ പൂർണ്ണമായും എന്റെ സിനിമയങ്ങ് വേണ്ടെന്ന് വെക്കും. ഇവന്മാർ എന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ തൊലിക്കാൻ പോകുന്നത് അഖിൽ സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ്, ഏഷ്യാനെറ്റുമായിട്ട് ബന്ധം വേണം, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ 2 പേര് കേട്ടോ, അധികം ആൾക്കാരൊന്നുമില്ല, 2 പേരേ ഉള്ളൂ ഇതിന്റെ പിന്നിൽ. അല്ലാതെ ഏഷ്യാനെറ്റിന്റെ ഓൾ ഇന്ത്യ ബിസിനസ് ഹെഡ് എന്ന് പറയുന്ന കിഷൻ എന്ന് പറയുന്ന അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിനോടൊക്കെയുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ്. അതേപോലെ എന്റെ സുഹൃത്തുക്കൾ ധാരാളം പേര് അവിടെ ഉണ്ട്. അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഇവന്മാരുടെ ഈ നാറിത്തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും മിണ്ടാതിരുന്നത്. ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും സ്ത്രീകളെ ഇവന്മാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ, പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെയും ബിഗ് ബോസിൽ കയറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാനിത് പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. ആ കോൺട്രാക്ടിനോടൊരു നീതി പുലർത്തണം. അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്ടിനോട് നീതി പുലർത്തിയതിനു ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത്, ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല. അവനെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മൾ ഈ ഡിപ്രഷനും ബൈപ്പോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത്. ഞങ്ങളുടെ ഷോ 1 മുതൽ 5 വരെ സീസണിന്റെ ഷോ ഡയറക്ടറായിരുന്ന അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം. കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്ന റുബീന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി. എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന്മാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം. ആ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ നാരിത്തരങ്ങൾ ആരെങ്കിലുമൊക്കെ വിളിച്ച് പറയണ്ടേ? അത് അറ്റവും മൂലം തൊടാതെ അങ്ങും ഇങ്ങും തൊടാതെ വായി തോന്നുന്ന വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന രീതിയല്ല. റോബിന് പറ്റിയ മിസ്റ്റേക്ക്, റോബിനോടുള്ള വ്യക്തിവിരോധം കൊണ്ട് റോബിൻ എന്തൊക്കെ വായി തോന്നുന്ന വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് സമൂഹം റോബിനെ പുച്ഛിക്കുകയാണ് ചെയ്തത്. പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തെളിവുകൾ നിർത്തി കാര്യകാരണ അടിസ്ഥാനത്തിൽ സംസാരിച്ചാണ് എനിക്ക് ശീലം.
അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഊളകൾ വന്നിട്ട് എനിക്ക് എന്നെ തൊലിച്ചുകൊണ്ടുള്ള കമന്റുകൾ ഇട്ടുകൊണ്ട് വരരുത്. ഞാനീ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു കോപ്പും എന്റെ ജീവിതത്തിൽ ഇവനൊന്നും ചെയ്യാൻ പോത്തില്ല എന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ ആർക്കെതിരെയും എന്തും സംസാരിക്കാനുള്ള ആത്മധൈര്യം സത്യത്തിനൊപ്പം നിൽക്കുമ്പോൾ എനിക്കുള്ളിടത്തോളം കാലം അത് ഏഷ്യാന്റെ തലപ്പത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഭരണഘടനയുടെ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് കേന്ദ്രത്തിന്റെ തലപ്പത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും കേരളത്തിന്റെ തലപ്പത്തിരിക്കുന്നവരാണെങ്കിലും എനിക്ക് ഒരേപോലെ ഉള്ളൂ. ഈ നാളത്തെ ഈ നിമിഷം ഇവന്മാരെല്ലാം ചേർന്ന് എന്നെ കൊന്നു കളഞ്ഞാൽ അഭിമാനത്തോടുകൂടി മരിക്കാൻ തയ്യാറാണ്. എനിക്കങ്ങനെ ഒന്നും ഒരുത്തരം പേടിയും കുഴപ്പമൊന്നുമില്ല. അഖിൽമാരാർക്ക് നമ്മൾ വലിയൊരു കൈയടി കൊടുക്കാതെ വയ്യ. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസ് കഴിഞ്ഞ സീസണിലെ ഒരു സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു എന്നതിലുപരി വളരെ ഒരു വ്യക്തിത്വമുള്ള സ്വന്തമായി നിലപാടുകളുള്ള ആ നിലപാടുകൾ ആർക്കു വേണ്ടിയും മാറ്റാൻ തയ്യാറാവാത്ത, തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് ആരുടെ മുഖത്തും വിളിച്ചു പറയാൻ ഭയമില്ലാത്ത, അത് വിളിച്ചു പറയുന്നതിന്റെ പേരിൽ തനിക്ക് കിട്ടുന്ന സിനിമയോ മറ്റ് പ്രോഗ്രാംസോ അല്ലെങ്കിൽ അവസരങ്ങളോ അല്ലെങ്കിൽ ആ ഒരു ഇത്രയും വലിയ ആളുകളായിട്ടുള്ള ഏഷ്യനെറ്റ് പോലുള്ള വലിയൊരു ടീമായിട്ടുള്ള ഇനിയും ഫ്യൂച്ചറുകൾ വരാൻ ചാൻസ് ഉള്ളവരായിട്ടുള്ള ഒരു കോണ്ടാക്ട്സ് ഇല്ലാതാവോ അല്ലെങ്കിൽ ശത്രുക്കളുടെ എണ്ണം കൂടുവോ എന്നൊന്നും ഒരു ഭയമില്ലാതെ താനൊന്നും മിണ്ടാതിരുന്നാൽ തനിക്ക് ലഭിക്കാൻ പോകുന്ന അവസരങ്ങൾ ഒരുപാടുണ്ടെന്ന് അറിഞ്ഞിട്ടും പ്രതിഷേധിക്കുന്നവിടത്ത് കട്ടക്ക് നിന്ന് പ്രതിഷേധിക്കുന്ന, അതും പറയേണ്ട സാധനങ്ങൾ തന്നെ വിളിച്ച് പറയുന്ന, ഓരോ പോയിന്റും അത് വിളിച്ച് പറയാൻ ചങ്കൂറ്റുള്ള ഒരാളെന്ന് തന്നെ പറയാം. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ആളുകൾ ഒരുപാടുണ്ട്. പക്ഷെ ഒരുപാട് പേര് സ്വന്തം അവസരങ്ങൾക്കും അല്ലെങ്കിൽ സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമ്മളൊരാളൊരു നെഗറ്റീവ് പറയരുത് എന്ന് വിചാരിക്കാൻ വേണ്ടി ഞാൻ വളരെ നല്ലവനാണ് അല്ലെങ്കിൽ നല്ലവളാണ് എന്ന് ചമഞ്ഞു നടക്കാൻ വേണ്ടി പറയേണ്ട കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് പറയാതിരിക്കുകയും എപ്പോഴും ചിരിച്ച് സ്മൈലായിട്ട് പാവത്തിന്റെ പോലെ നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ളവരാണ് സമൂഹത്തിൽ വേണ്ടത്. ഈ പറയുന്ന പാവം പോലെ ഇരിക്കുന്ന ചതിയന്മാരല്ലവനെ, കുറച്ച് സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നവര്, കുറച്ച് നമ്മുടെ നിലപാടുകൾ ഉന്നയിക്കുമ്പോൾ, നമുക്ക് പറയാനുള്ള എതിർപ്പുകൾ പറയുമ്പോൾ, കുറച്ച് ഒച്ചയെടുത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് തലയ്ക്ക് ഭ്രാന്താണ്, അല്ലെങ്കിൽ അവര് ഇവരിങ്ങനെ, ഈ പെണ്ണെന്താ ഇങ്ങനെ, ഈ ചെക്കെന്താ ഇങ്ങനെ, അയ്യ ബാഡ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരാണ് മാറേണ്ടത്. നമ്മൾ പറയുന്ന നിലപാടിൽ എത്രത്തോളം സത്യമുണ്ട്, ആ നിലപാടിനോട് യോജിക്കാം. ആ ഒരു വ്യക്തിയെ താല്പര്യമില്ലെങ്കിലും ആ പറയുന്ന വ്യക്തിയുടെ നിലപാടിനെ യോജിക്കാമോ? ഒരു താല്പര്യമുള്ള ഒരു വ്യക്തി എന്ത് മോശം കാര്യം പറഞ്ഞാലും എന്ത് പാടില്ലാത്ത കാര്യം പറഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് താല്പര്യം ഇല്ലെങ്കിലും ആ വ്യക്തി പറയുന്ന നിലപാടുകൾ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ അതുമായി യോജിക്കണം. സ്ട്രോങ് പേഴ്സൺ തന്നെയാണ്. ബിഗ് ബോസിലെ ഓരോരോ തെണ്ടിത്തരങ്ങൾ വിളിച്ചു പറയാണ്. താരങ്ങളുടെ അഴിഞ്ഞാട്ടങ്ങളെ പറ്റി ഒരുപാട് ചാനലുകാർ നുറുക്കി പറയുന്നുണ്ട്. അത് വേറൊരു സെക്ഷൻ. ഇത് നടത്തുന്ന അണിയൽ പ്രവർത്തകർ, ഇതിന്റെ പുറകിലുള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള പേഴ്സൺസ്, അവര് വിന്നർ ആവാൻ വേണ്ടി, അവര് ഈ കളത്തിൽ നിന്ന് കളിക്കാൻ വേണ്ടി പൈസ കൊണ്ട് കളിച്ചും അതല്ലാത്ത രീതിയിൽ പേഴ്സണലി ഓരോ കാര്യങ്ങൾ ചെയ്തും അവർക്ക് ആവശ്യമുള്ള രീതിയിലെല്ലാം യൂസ് ചെയ്തും ഒക്കെ അവർ കൊണ്ടുപോകുന്നതിനെ പറ്റിയാണ് വിളിച്ചു പറയുന്നത്. അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വളർന്നു വന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ബഹുമാനം കൊടുത്ത് പലതും ഇത്രയും നാൾ വിളിച്ചു പറയുന്നത്. പക്ഷെ നാൾക്ക് നാൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം പോകുമ്പോൾ എല്ലാ മനുഷ്യരും അതിൽ ജസ്റ്റ് ഒരു ആങ്കറായ മോഹൻലാലിന്റെ നെഞ്ചത്തേക്കാണ് കയറുന്നത്. അയാളെ തെറി വിളിക്കാനും അയാളുടെ ഓരോ അതങ്ങനെയാണല്ലോ അല്ലെ. നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോയിൽ വരുന്ന, ആ വീഡിയോയിൽ കാണുന്ന, ആ ചെയ്യുന്ന ആളെ ആ ഒരു വീഡിയോന്റെ ബേസിൽ തെറി വിളിക്കുകയും മോശക്കാരാക്കുകയും ചെയ്യാൻ ആൾക്കാരുണ്ട് ഇല്ലേ. നമ്മുടെ വീഡിയോയിലും നമ്മുടെ മെയിൻ ചാനലിൽ താടിയും പൊട്ടിലും പല കോമഡി ഷോർട്സ് ഇട്ടിട്ടും അതിന്റെ കോമഡിയോ അല്ലെങ്കിൽ ഷോർട്ടാണെന്നോ അത് ആക്ടിങ് ആണെന്നോ പോലും മനസ്സിലാക്കാതെ വേറെ ഏതൊക്കെ രീതിയിൽ പറയുന്ന ഒരുപാട് പേരുണ്ട്. മന്ദന്മാരെന്ന് പറയാതെ എന്താ ചെയ്യാണ്? ഇതിന്റെ പുറകിലുള്ള അവര് പറയുന്നത് അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ്. ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾ അതിലെ ആങ്കറാണ്. അവർക്ക് അണിയൽ പ്രവർത്തകർ പറയുന്ന കാര്യം ചെയ്യാനുള്ളൂ. ജനപ്രീതി നേടിയിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് മോഹൻലാലിനെ ഇതിൽ ആങ്കറിൽ പിടിച്ചിട്ടിരിക്കുന്നത്. ഏതെങ്കിലും അന്തനാടോകടനം വന്ന് ചെയ്തു കഴിഞ്ഞാൽ ആളുകളെ ഈ ഷോ ഇത്രയും ഒരു ഹയസ്റ്റില് ഒരു ഇതായിട്ട് നിൽക്കില്ല എന്നുള്ളത് കൊണ്ട് മോഹൻലാലിന് കാശിന് വേണ്ടിയല്ല ബിഗ് ബോസിൽ വന്നിരിക്കുന്നത്. കാരണം അയാളുടെ തലമുറകളോളം ജീവിക്കാനുള്ള അയാൾ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ മോഹൻലാലിനെ തെറി വിളിക്കുമ്പോൾ ഒരുപാട് പേരെ ഓർക്കണം. ഇതിലെ അണിയർ പ്രവർത്തകർ പറയുന്നത് അനുസരിച്ചാണ് ഈ ലാലേട്ടൻ മൂവ് ചെയ്യുന്നത്. അതും അഖിൽമാർ സ്ട്രോങ് ആയിട്ട് വിളിച്ച് പറയുന്നുണ്ട്. എന്റെ വൈഫും എന്റെ പിള്ളേരും ഒക്കെ എന്റെ സ്വഭാവം പണ്ടേ കണ്ടു വളർന്നവരാ. ഈ കിട്ടിയതൊക്കെ പ്ലസ് ആണ് എനിക്ക്. അവരൊന്നും എനിക്ക് കിട്ടിയതൊന്നും ഒന്നും കിട്ടണമെന്ന് വിചാരിച്ചില്ല. എനിക്ക് ഇത്രയും ദേഷ്യമുള്ളത്
ഒരു ചെറുപ്പക്കാരൻ, ആ മത്സരാർത്ഥി, അവൻ പുറത്ത് സപ്പോർട്ട് കിട്ടുന്നുവെന്ന് കണ്ട നിമിഷം അവനെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമാണ്. അപ്പം ഒരാൾക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. അവനെ തകർക്കാൻ വേണ്ടി പല കാര്യങ്ങളും ആ ഷോയുടെ അധികൃതർ ചെയ്യും. ഞാനും അതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ച സിബിനെ നിനക്ക് വല്ല കാര്യമുണ്ടായിരുന്നു ആ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോണ്ടത്? നീ ഇത്രേ ഉള്ളായിരുന്നോ? കഴിഞ്ഞ സീസണിൽ എന്താ മോഹൻലാലും അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ആൾക്കാരും വന്നിട്ട് എന്നെ കനപ്പിക്കുക ചെയ്തത്? അവരവിടെ പേഴ്സണലി പറയുന്നുണ്ട്, എന്നെ പുറത്താക്കാൻ വേണ്ടി ഉമ്മി നോക്കി, ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു. ഏശാത്തത് കൊണ്ടാണ്. അല്ലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നെ പോലെ ഒരുവനെ ജയിപ്പിക്കാൻ ഇവർ നിൽക്കുമെന്ന്? സാബുമോനെ പോലെ ഒരാളെ സാബുമോന്റെ കാര്യത്തിൽ ഇവർക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് അന്ന് പേളിമാണി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഉറപ്പായിരുന്നു. അവസാന സമയത്ത് ചെറിയ വേരിയേഷന്റെ പുറത്ത് സാബു ജയിച്ചു എന്നത് ഒഴിച്ചാൽ ഇവർ ഒരിടത്തും പ്രതീക്ഷിച്ചിരുന്നില്ല സാബു ജയിക്കുമെന്നുള്ള കാര്യം. ഒരു സിനിമാ സംവിധായകനും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരാളുമായ, അല്ലെങ്കിൽ പലവിധ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളുമായ എനിക്ക് കിട്ടിയതിന്റെ 3 ഇരട്ടി ശമ്പളം കൊടുത്തു കയറിയ മത്സരാർത്ഥികൾ ഉണ്ട് കഴിഞ്ഞ സീസണിൽ. ആരാണ് ഈ ശമ്പളം ഈ രീതിയിൽ അവർക്ക് കൊടുത്തത്? അതിന്റെ ഷെയർ വാങ്ങി സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട്, മത്സരാർത്ഥികളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം നാറിയ പരിപാടികൾ കാണിക്കുന്ന അവന്മാരെ തുറന്നു കാണിക്കണം. അത് ഇമാതിരി പുഴുത്തു നാറിയ ഒരു ഷോ 50 ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് ഇതെന്തോ മഹത്തരമാണെന്ന് കാണിച്ച് വീഡിയോ ഇട്ടേക്കാണ് 50ാമത്തെ ദിവസം. നാണം കെട്ട് ഞാൻ രാവിലെ പറഞ്ഞു, അതായത് ഈ വെറും പാപ്പരാസികളുടെ സ്വഭാവമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടും കാശിന് വേണ്ടിയിട്ടും ചെയ്യുന്ന ചില നാറിയ മാധ്യമ പ്രവർത്തകരുണ്ട്. ആരുടെയും അടിയിൽ ഒളിക്യാമറ കൊണ്ടുവച്ച് പകർത്തിയെടുക്കുന്ന വിഷ്വലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടാവും. അത്തരം പ്രാധാന്യങ്ങളല്ല ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ കാണിക്കേണ്ടത്. സമൂഹത്തിന്റെ പ്രതിഫലനമാകണം ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ. അത് യവന്മാരുടെയൊക്കെ നാറിയ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ കൂടെ വിളിച്ച് കിടത്തിയിട്ട്, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട്, അല്ലെങ്കിൽ മത്സരാർത്ഥികളെ കാശും മേടിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നാരത്തരമാകരുത് ഒരു ഷോ. അതും പ്രേക്ഷകരുടെ വോട്ടെന്ന് പറഞ്ഞ് മുന്നോ നീയൊക്കെ എന്തോ കാണിച്ചോ? അപ്പൊ ഐഡിയ സ്റ്റാർസ് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, ഡാൻസ് പ്രോഗ്രാമുകളുടെ റിയാലിറ്റി ഷോ നടക്കുന്നുണ്ടല്ലോ, അത് നിന്റെയൊക്കെ സ്വന്തം താല്പര്യത്തിന് നീയൊക്കെ തോന്നിയത് കണക്ക് ചെയ്തോ? പക്ഷെ പ്രേക്ഷകരാണെല്ലാം ഈ ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നു. മറ്റേതാ മഴയാ കോടയാ മറ്റേതാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ച ഞായറാഴ്ച പിടിച്ചു നിർത്തിയിട്ട് കേരളത്തിലെ മനുഷ്യരെ കോമാളിയാക്കുന്നു. മോഹൻലാൽ എന്താ നിന്റെ കളിപ്പാവകളോ? കാശ് കൊടുത്ത ആ മനുഷ്യനെ ഈ സമൂഹത്തിന്റെ തെരുവിളി കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ? ആ മനുഷ്യനെ സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യരെന്ന് ആ മനുഷ്യനെ തെരുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിന് കാരണക്കാർ? നിനക്കൊക്കെ എതിരെ പറയാൻ പല ആൾക്കാർക്ക് പേടിയായിരിക്കും. കാര്യം നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടെന്നുള്ള ചിന്ത കൊണ്ടാണ് കുമാർ നിനക്കൊക്കെ എതിരെ പറയാൻ ഭയപ്പെടുന്നത്. എനിക്കൊരു വെണ്ടക്കയില്ല. നിന്നെ ഒന്നും പേടിച്ചിട്ട് മിണ്ടാതിരിക്കും, നീ ഒന്നും പേടിച്ച് ചിന്തിക്കുക വേണ്ട. നാരത്തരം കാണിച്ചിട്ടുണ്ടോ നിന്റെയൊക്കെ മുഖത്ത് നോക്കി പറയുന്ന നാരത്തരമാണെന്ന്. ഈ ചെറുപ്പക്കാരനെ പുറത്താക്കിയിട്ട് അവനെ വിളിച്ച് വരട്ടുകയാണ്. അവൻ മിണ്ടിയാൽ അവനെ തട്ടിക്കളയും, അവൻ മിണ്ടിയാൽ അവനെ തൊലിച്ചു കളയും. ഈ കോൺട്രാക്ട് ഉണ്ട്. എന്നെ കഴിഞ്ഞ സീസണിൽ ഇതാണൊക്കെ വിളിച്ചൊന്ന് കോൺട്രാക്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ചാനലിന്റെ പേര് ഏഷ്യാനെറ്റ് എന്നല്ലേ, സുപ്രീം കോടതി നല്ലല്ലോ, അവരുടെ കൈവച്ചിരുന്നാൽ മതി എന്നാ ഞാൻ പറഞ്ഞത്. എന്നെ വിളിച്ചിട്ട് കോൺട്രാക്ടാണ്, അതിൽ അങ്ങനെ സംസാരിക്കരുത്, അതിൽ ഇങ്ങനെ സംസാരിക്കരുത്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെയോ ഒരു വ്യക്തികളെയോ നേരെ ഇത്തരത്തിൽ തെമ്മാടിത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഷോ നടത്തി പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്ന ഇമാതിരി നാറുത്തരത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഉദ്ദേശം. അത് എനിക്ക് ഇന്ന് ഇത്രയും വൈകാരികമായി ഞാൻ പ്രതികരിക്കാനുണ്ടായ കാരണം, ഒരു ചെറുപ്പക്കാരനെ ആ ഷോയിൽ മികച്ച രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് എനിക്ക് തോന്നിയല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആ സീസണിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നാറിയ കളികൾ കളിക്കുകയും അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവനെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഇവന്മാർക്കെതിരെ പിന്നെ പ്രതികരിക്കണ്ടേ? ഞാൻ ഇന്ന് വരെയും സമൂഹത്തിന്റെ വിരോധം പിടിച്ചു പറ്റിയതും എന്നെ ആൾക്കാർ വെറുത്തതും അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ നഷ്ടം എനിക്കുണ്ടായതും ഒന്നും എനിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. അന്നും ഇന്നും ആത്മവിശ്വാസവും ആത്മധൈര്യവും മറ്റുള്ളവനോട് സംസാരിക്കുമ്പോഴാണ്. അതുകൊണ്ട് അതേ ആത്മവിശ്വാസത്തിലും അതേ ആത്മധൈര്യത്തിലും പറയുകയാണ്, ചെയ്യുന്ന നാറുത്തരത്തിനെതിരെ പ്രതികരിച്ചിരിക്കും. അത് ചാനലിനോടോ എനിക്ക് നന്ദി പ്രേക്ഷകരോടാണ്. എനിക്ക് ഏഷ്യാനെറ്റിൽ എന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് എന്നെ പുറത്താക്കണമെന്ന് തീരുമാനിച്ച ആൾക്കാരാണ്. എന്നെ ആരാണോ ഈ കഴിഞ്ഞ സീസണിൽ എടുക്കരുതെന്ന് വിചാരിച്ചാൽ അയാൾ ആഗ്രഹിച്ച ആൾക്കാരാണ് റോബിനെ പുറത്താക്കണമെന്നും സാബുവിനെ പുറത്താക്കണമെന്നും രജത് കുമാറിനെ പുറത്താക്കണമെന്നും. ആരുടെ ശ്രദ്ധയാണോ പ്രേക്ഷകരിലേക്ക് പോകുന്നത് ആ മത്സരാർത്ഥികളെ പുറത്താക്കണമെന്ന് ചിന്തിച്ച ഒരുത്തനാണ് ഏഷ്യാനെറ്റ് തലപ്പത്ത് കേരളത്തിലിരിക്കുന്നത്. അതുകൊണ്ട് ഇവൻ പ്രേക്ഷകനെ മുൻനിർത്തി കോമാളിത്തരം കളിക്കരുത്. സ്വന്തമായിട്ട് എന്തും കളിച്ചോ. ബിഗ് ബോസ് നടത്തുകയോ മറ്റേ ഏത് റിയാലിറ്റി ഷോയും ഒരു ചാനലിൽ നടത്താം. ഒരു കോർപ്പറേറ്റ് ചാനലിന് കാശൊന്നുണ്ടെങ്കിൽ എന്ത് തെമ്മാടിത്തരങ്ങളും ഷോയുടെ പേരിൽ കാണിക്കാം. യെസ്, വളരെ സത്യസന്ധമായ കാര്യങ്ങൾ. കാരണം
ഒരുപാട് റിയാലിറ്റി ഷോസ് ഉണ്ട്, നടത്തുന്നുണ്ട്. അവിടെ അവരും ഈ പറയുന്ന പോലെ അവിടെ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അവിടുത്തെ ഷോ ഡയറക്ടറെയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറുടെയോ അതിൻ്റെ അണിയർ പ്രവർത്തകരുടെയോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരുടെയൊക്കെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവിടുത്തെ വിന്നറുകളെയും അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഇത്ര ഫൈനലിസ്റ്റ് ആരൊക്കെ എത്തണം എന്നൊക്കെ ചിലപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ടേ അവർ പ്ലാൻ ചെയ്ത് ഇന്ന ആൾക്ക് വിന്നറുകൾ വിൻ ചെയ്യണം, ഇന്ന ആളെന്നൊക്കെ പ്ലാൻ ചെയ്ത് പോയ ഒരുപാട് റിയാലിറ്റി ഷോസ് വരെ ഫേമസ് ചാനലുകളിലുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ജനങ്ങളുടെ വോട്ട് മേടിച്ചിട്ടുള്ള പ്രോഗ്രാമാണ്. അവരിവിടെ എന്ത് മാങ്ങാത്തോലി അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നോ എന്തൊക്കെ ചെയ്യുന്നോ എന്നുള്ളതൊന്നും നമുക്കറിയണ്ട. നമ്മുടെ വോട്ട് മേടിച്ച് നമ്മളെ കോമാളികളാക്കി നമ്മളെ മണ്ടന്മാരാക്കിയിട്ട് ഒരു ഷോ അവിടെ അങ്ങനെ നടത്തണ്ട. അല്ലെങ്കിൽ പിന്നെ ജനങ്ങളുടെ വോട്ട് അവിടെ വേണ്ട, അവര് സാധാരണ ഒരു റിയാലിറ്റി ഷോ പോലെ കൊണ്ടുപോകണം. ഇത് മറ്റേ ജനാധിപത്യ രാജ്യമാണ്. അല്ലെങ്കിൽ ജനങ്ങളുടെ വോട്ട് മേടിച്ചിട്ട് കുറെ കള്ളന്മാരിരുന്ന് ഭരിക്കണതിനേക്കാളും അക്രമമുള്ള കാര്യമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ തന്നെ കാണിച്ച് നമ്മളെ തന്നെ നോക്കിപ്പിച്ച് നമ്മളെ തന്നെ മണ്ടന്മാരൊക്കെ എന്താന്ന് പറയേണ്ടത്. ഇപ്പോഴത്തെ സീസൺ ബിഗ് ബോസ് തന്നെ നമുക്ക് കാണാൻ യാതൊരു താല്പര്യമില്ല. അവര് റീച്ച് കിട്ടുന്നുണ്ട് ഇന്ന പോർഷൻസിന് ഇന്ന പോലത്തെ കാര്യങ്ങൾക്ക് ഇന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അവരെ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പലരും പ്രതികരിച്ചിരുന്നവരും അവരൊക്കെ പലരും സൈലന്റ് ഒക്കെ ആയിട്ട് മാറി തുടങ്ങി. സിബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നല്ല ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ട്, വോട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എങ്ങാനും അങ്ങേര് ജയിച്ചാലോ. അപ്പൊ ഇവരാഗ്രഹിക്കുന്നത് അങ്ങേര് പിന്നാവാനല്ല, ഇവര് വേണ്ട ആർക്കൊക്കെ വാക്ക് കൊടുത്തിട്ട് അവിടെ ഇരിക്കണേ ഈ അണിയർ പ്രവർത്തകർ. അതിന് വേണ്ട, അവർക്ക് വേണ്ട ഗുണങ്ങളെല്ലാം അവർ നേടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അത് മാനാട് പറയുന്നുണ്ട്. അപ്പൊ സിബിനെങ്ങാനും ജയിച്ചാലോ, ഇനി ഇങ്ങനെ പോവാണെങ്കിൽ സിബിന് കിട്ടുന്ന സപ്പോർട്ട് കാണുമ്പോൾ, അയാളുടെ ഗെയിം കാണുമ്പോൾ, അയാൾക്ക് കിട്ടുന്ന സപ്പോർട്ട് കാണുമ്പോൾ അതില്ലാതിരിക്കാൻ ആ മനുഷ്യനെ ഒരു മാനസിക രോഗിയായി പ്രഖ്യാപിച്ച് ഒരു അസുഖമുണ്ട് അല്ലെങ്കിൽ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അതിനെ പതുക്കെ പിടിച്ച് പുറത്താക്കുന്ന തരത്തിലേക്ക് ആക്കി. അതും കൂടി ആയപ്പോഴാണ് മാനാട് ഇത്രയും നാളും പ്രതികരിക്കാതിരുന്ന് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ വന്ന് പറയാൻ ഇത്രയും പൊട്ടിത്തെറിച്ച് തയ്യാറായത്. അവരുടെ ഇഷ്ടത്തിന് അവർ തന്നെ ആരെ ഫോക്കസ് ചെയ്യണം, ആർക്ക് ഫെയിം ഉണ്ടാക്കി കൊടുക്കണം, ആരെ ഈ ബിഗ് ബോസിന്റെ ഇതിലെത്തിക്കണം, ഹൈപ്പിലെത്തിക്കണം എന്നൊക്കെ അവർക്ക് നേരത്തെ അറിയാം. അതിനുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രേക്ഷകരുടെ നിർത്തിക്കൊണ്ട്, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, വോട്ട് ചെയ്യുന്ന ഒരു പ്രേക്ഷകനെ കോമാളിയാക്കിക്കൊണ്ട് ഇത് വോട്ടടിസ്ഥാനത്തിൽ ഒരാളെ പുറത്താക്കും. ഞാൻ ഇപ്പോഴും പറയുന്നു, വോട്ട് എന്ന് പറയുന്നത് തന്നെയാണ് ബിഗ് ബോസിന്റെ അടിസ്ഥാന നയമെന്നാണ് 100% നിലവിൽ ഇതുവരെയും ഞാൻ വിശ്വസിക്കുന്നത്. കൃത്യമായ ഓഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട്, അങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷേ പ്രേക്ഷകരെ കോമാളിയാക്കി കൊണ്ടുപോവുകയാണ്. അതിനെതിരെ പറയാൻ തന്നെയാണ് തീരുമാനം. അതിനെതിരെ പറയാൻ തന്നെയാണ് ഒരിക്കൽ കൂടി ലൈവിൽ വന്നത്. രാവിലെ ഞാൻ കുറച്ച് ഒഴിവാക്കി വിട്ട വിഷയമാണ്. ഇത്ര അടിച്ചാവർത്തിച്ച് പറയുന്നത്. ഇനി ബാക്കി ഏതെങ്കിലും യവന്മാർ പൊങ്ങി വരട്ടെ. യവന്മാർ കൂടെ കിടക്കാൻ വിളിച്ചിട്ടുള്ള പെണ്ണുങ്ങൾ ഉൾപ്പെടെ, ഇവന്മാര് കാശ് മേടിച്ച് ഇവന്മാര് കാണിച്ച നാർത്തര ഉൾപ്പെടെ ഞാൻ പറയും. ഓക്കെ, നമുക്ക് ബാക്കി വരുന്ന വഴിക്ക് ബിഗ് ബോസിലെ നാവിത്തരങ്ങൾ അങ്ങനെ വീണ്ടും വീണ്ടും പുറത്തു വന്നിരിക്കുകയാണ്. ഗ്രൗണ്ടിന്റെ ഉള്ളിൽ കളിക്കുന്നവരെ പറ്റിയുള്ള ആ കളിയിലുള്ള ഫേക്ക് കാര്യങ്ങളും അവിടെ നടക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഓരോ ചാനലുകാരും മീഡിയക്കാരും യൂട്യൂബേഴ്സൊക്കെ എടുത്ത് കാണിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ചാനലിന്റെ പുറകിൽ നടക്കുന്ന അണിയറ പ്രവർത്തകരുടെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ അഖിൽമാരാട് വിളിച്ച് പറയുന്നത്. മോഹൻലാലിനെയാണ് എല്ലാവരും ഫോക്കസ് ചെയ്ത് ചീത്ത പറയും തെറി പറയും. അയാളുടെ വീട്ടിൽ നിന്ന് എഴുതി കൊണ്ടുവന്ന് സ്ക്രിപ്റ്റ് ഇന്ന പോലെ പറഞ്ഞ് ചെയ്യിക്കണ കാര്യങ്ങളൊന്നുമല്ല. അതൊരു ആങ്കറാണ്. ആ ആങ്കർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഡയറക്ടർ പറയുന്ന, അതിന്റെ പുറകിൽ പറയുന്ന ആളുകൾ പറയുന്ന പോലെ തന്നെയാണ് അതിൽ ചെയ്യാനും പ്രവർത്തിക്കാനും പറ്റുള്ളൂ. അപ്പൊ മോഹൻലാലിനെ കുറെ തെറി പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. അതിന്റെ അണിയർ പ്രവർത്തകർക്കാണ് അതിന്റെ പൂർവ്വ ഉത്തരവാദിത്തങ്ങൾ. അവർ തന്നെയാണ് ഈ നാടിത്തരങ്ങൾ മുഴുവൻ കാണിച്ച് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു റിയാലിറ്റി ഷോ ഇപ്പൊ വെറുക്കുന്ന ഒരു റിയാലിറ്റി ഷോ ആക്കി മാറ്റിയത്. അപ്പൊ എന്തായാലും മാരാർക്ക് ഫുൾ സപ്പോർട്ട്, ലവ് യു മാരാർ. ഈ നിലപാടിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ ലൈഫ് ലോങ് കഴിയുന്ന ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും വ്യക്തികളാണെങ്കിലും വളരെ കുറവാണ്. ഇന്നത്തെ കാലത്ത് അത് കൂടുതൽ വേണം. കുറെ ശത്രുക്കൾ വരും, അല്ലെങ്കിൽ അവര് നമ്മളെ സ്ട്രോങ് ആയിട്ടൊന്ന് ഉറക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ പെണ്ണ് എന്ത് പെണ്ണാണ്, ഈ ചെക്കൻ എന്ത് ചെക്കനാണ് എന്ന് പറയുന്നവിടത്ത് തീർന്നു നിലപാടുകൾ. പകരം ഇതുപോലുള്ള ആളുകളാണ് നമ്മുടെ നാടിന് ആവശ്യം. അപ്പൊ മാരാർക്ക് ഒരു ബിഗ് ഹാറ്റ്സ് ഓഫ്. അപ്പൊ നല്ല നല്ല അടിപൊളി ഒരു ടോക്കായിട്ട് ഇനി വരാം. ബിഗ് ബോസ്